ഹായ്, ഈ കാണുന്ന മഞ്ഞക്കിളിയെ നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു കിളിയാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ ഇതിനെ അറിയാത്ത ആരും തന്നെ കാണില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ചെറിയ പക്ഷി 2 തരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പം കുറച്ചു മുമ്പ് ശ്രദ്ധിച്ചു. ഈ ശബ്ദം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ആളുടെ ഈ മിമിക്രി ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. മിടുക്കനാണ് കേട്ടോ. ആദ്യത്തെ ശബ്ദം നിങ്ങൾ കേട്ടോ? ഈ ശബ്ദം വളരെ മൃദുവായ സുന്ദരമായ ഒരു പാട്ട് പോലുള്ള ശബ്ദമാണ്. സാധാരണ കിളികൾ സന്തോഷത്തിലോ സ്വസ്ഥമായിരിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ പാടാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ട മറ്റേ ശബ്ദമില്ലേ, ആ ശബ്ദത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ ആളുടെ രണ്ടാമത്തെ ശബ്ദം. മറ്റേ ശബ്ദത്തിൽ നിന്ന് നല്ല വ്യത്യാസമല്ലേ? ഈ ശരീരത്തിൽ നിന്നാണോ ഇങ്ങനത്തെ ഒരു ശബ്ദം എന്ന് തോന്നിപ്പോകും. കുറച്ച് ഡിഫറെൻ്റ് ആണല്ലേ? അല്പം ഹാർഷായിട്ടുള്ളൊരു ശബ്ദം. ചിലപ്പോൾ ഇതൊരു മുന്നറിയിപ്പ് ശബ്ദമായിരിക്കും. സാധാരണ ഇവർക്ക് ഭയം തോന്നുമ്പോഴും മറ്റു കിളികളെ വിളിക്കാനും ഒക്കെ ഈ ശബ്ദം ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് ആ കക്ഷി കണ്ടുകയാണ്. പേടിച്ചിട്ട് വിളിച്ചതാണോ എന്ന് അറിഞ്ഞൂടാ. ഇനി വെള്ളം കുടിക്കാൻ ഇണയെ വിളിക്കുന്നതാണോ എന്ന് പറഞ്ഞൂടാ. പ്രകൃതിയിലെ ഓരോ ജീവിയും അതിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു അല്ലേ? മഞ്ഞക്കിളിയുടെ ഈ 2 ശബ്ദങ്ങളും അതിൻ്റെ മനോഭാവം നമ്മളോട് പറയാതെ പറയുന്നു. നേച്ചർ ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് അമേസിങ്. ഈവൻ എ സ്മോൾ ബേർഡ് ഹാസ് ഡിഫറെൻറ്റ് വേസ് ടു കമ്മ്യൂണിക്കേറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഇത്തരം പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് പഴയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.